DRL. നമുക്ക് മറ്റേതിനെ പോലെ തന്നെ ഇതിന്മേൽ നമുക്ക് 3 സ്വിച്ച് മാറ്റാനുള്ളതുണ്ട്. പിന്നെ ലോ ഹൈ, മീഡിയം ഹൈ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ലൈറ്റാണെന്ന് നോക്കി നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് ഇങ്ങനെ ആവും. ഉണ്ടാകുമ്പോൾ നമുക്ക് ആ റെഡ് ലൈറ്റ് മാത്രമാവും. പിന്നെ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് മാത്രമായി. ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ റെഡ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പ്, ബ്ലിങ്ക് നമുക്ക് ഇങ്ങനെ മിന്നി പറയുന്ന ടൈപ്പ്. പിന്നെ നമുക്ക് ഇങ്ങനെ വരും. പിന്നെ ഇതിന് വേറൊരു ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡത്തെ ഇൻഡിക്കേറ്റർ കത്തും. അതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് കിട്ടി കഴിഞ്ഞാൽ അത് കത്തും. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ലൈറ്റും കത്തും. നിങ്ങൾ കാണുന്നില്ല, ബാക്കിലെ ലൈറ്റും കത്തുന്നുണ്ട്. അപ്പോൾ അത് കാണുക നമുക്ക് രാത്രി ഇരുട്ടത്ത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഓടിച്ചു നോക്കാം. നമുക്കിപ്പോൾ ഇതിന് ഇട്ടിട്ടുള്ളത് റബ്ബറിൻ്റെ ടയറാണ്. നമുക്ക് റബ്ബറിൻ്റെ ടയർ വെച്ചാൽ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോ സ്പീഡിലാണുള്ളത്. നമുക്ക് ഇത് ഓഫ് റോഡ് ടയർ അല്ലാത്തതുകൊണ്ട് പുല്ലിന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇനി നമുക്ക് ഹൈ സ്പീഡിലേക്ക് നിട്ട് നോക്കാം. ഓക്കെ, ഓ ഗോഡ്, ഇത് നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റില്ല. നമുക്ക് റോട്ടിൽ പോയേക്കാം. റോട്ടിൽ പോകുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് റോട്ടിൽ പോലെ ആ, കാരണം നമുക്ക് ഇത് ഓഫ് റോഡ് വണ്ടിയല്ല, ഓൺ റോഡ് വണ്ടിയാണ്. അതെ, വണ്ടി 4x4 ആണ്. ബട്ട് നമുക്ക് എന്താ പറയുക, ഇവിടെ അതിനുള്ളൊരു അത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് നടക്കണില്ല. നമ്മൾ റോഡ് മേൽ കയറ്റിയാണ്. അപ്പുറത്ത് കൂടെ റോട്ടുമേൽ കയറിയിട്ട് നമ്മളെ വണ്ടി. ഓക്കെ, അപ്പോഴത്തേന് അവിടെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തേക്ക് തന്നെ ഇറക്കി. അല്ലേ, നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.